ഹലോ, എല്ലാവർക്കും നമസ്കാരം. LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണിത്. കാരണം എല്ലാവർക്കും അറിയാം, എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഠിച്ചു തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 30 ദിവസത്തെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 18-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജൂൺ 18 മുതൽ ജൂലൈ 17 വരെ ആയിരിക്കും ഈ ഒരു ചോദ്യവണ്ടി അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്കറിയാം, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാ ലെവലുകളിലുള്ള എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും LP UP അതുപോലെ ഡിഗ്രി ലെവൽ, 12th ലെവൽ, 10th എല്ലാ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും, ആയിരക്കണക്കിന് ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പം ചോദ്യവണ്ടി അതല്ലെങ്കിൽ LDCയുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്കിവിടെ ഹോം പേജിൽ തന്നെ സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ലെവൽ ആയിട്ട് തിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ, 10th ലെവൽ, 12th ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 10th ലെവൽ സെലക്ട് ചെയ്യുന്നു. 10th ലെവലിൽ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ചോദ്യവണ്ടി LDC മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് 30 ദിവസത്തെ. അത് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഗ്രീൻ കളറിൽ ഒരു ഫോളോ ബട്ടൺ ഉണ്ട്. ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി, സ്റ്റഡി പ്ലാൻ ഏരിയയിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൽ Day 1 ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു ദിവസത്തെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതിൻ്റെ എക്സ്പ്ലനേഷനും ആൻസറും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യവണ്ടിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ PSC പഠിക്കുന്ന, PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരെല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് വരുന്നത്. അതിൽ ജെഫ്സി ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടോട് കൂടി പ്രീമിയം മെമ്പർ ആവാൻ വേണ്ടി പറ്റുന്നതാണ്. സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക, പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക. നമ്പർ ഒന്നും കൂടി പറയാം, 8921331609 എന്ന നമ്പറിലേക്കാണ്. ജെഫ്സി ഡിസ്കൗണ്ട് 5 എന്ന കോഡ് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം, അധികം ദീർഘിപ്പിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറങ്കികൾ ഡച്ചുകാർ, പാരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ, അതുപോലെ ലന്തക്കാർ ആരാണ്? പോർച്ചുഗീസുകാർ. നാലാമത്തത് വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പറങ്കികൾ എന്ന് പറയുന്നത് ഡച്ചുകാരാണോ? അല്ല അല്ലേ? ആരാണ്? പോർച്ചുഗീസുകാരാണ്. പാരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ. ഓക്കെ അല്ലേ? ലന്തക്കാർ പോർച്ചുഗീസുകാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലന്തക്കാർ ആരായിരിക്കും? ഡച്ചുകാരാണ്. വെള്ളക്കാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. സോ അതിൻ്റെ ആൻസർ ഏതാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ട തീയതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? 1858 ഒക്ടോബർ 2 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ബി പറയുന്നു 1858 ഓഗസ്റ്റ് 2. ഓപ്ഷൻ സി 1859 ഒക്ടോബർ 2 ആൻഡ് ലാസ്റ്റ് 1858 സെപ്റ്റംബർ 2. ഏതാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ട തീയതി ഏതാണ്? 1858 ഓഗസ്റ്റ് 2 അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അത് ഏതാണ് ശരി അതല്ലെങ്കിൽ തെറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത് പി ആയിട്ടുള്ള പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് 1901 കൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1901 കൊൽക്കത്ത സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1901 വെച്ച് നടന്ന സമ്മേളനത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് എന്ന പദം ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഏതാണ് സ്വരാജ് എന്ന ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1901 ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ. രണ്ടാമത്തതോ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എപ്പോഴാണ്? 1901 അല്ല, 1906 വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. സോ ആൻസർ ഏതായിരിക്കും? പി ശരിയാണ്, ക്യൂ തെറ്റുമാണ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, ട്രിനിയൽ ആക്ട്
പാസ്സായ വർഷം, ട്രിനിയൽ ആക്ട് പാസ്സായ വർഷം ഏതാണെന്നാണ്. 1548, 1603, 1629, 1641. ഏതാണ് ട്രിനിയൽ ആക്ട് പാസ്സായ വർഷം? 1641 ഫെബ്രുവരി 15 ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും വർഷം? 1641. ക്ലിയർ ആയില്ലേ? ചൈനയിൽ മഞ്ജു രാജവംശത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് 1911 കലാപം നയിച്ചത് ആരാണ്? ചൈനയിലാണ് 1911. ഓപ്ഷൻ നോക്കാം. മാവോ സേതുങ്, ചിയാൻ കൈഷിങ്, സി പറയുന്നു സന്യാറ്റ്സൺ ആൻഡ് ഡി യുവാൻ ഷിക്കായ്. ആരാണ്? ഓക്കെ, സന്യാറ്റ്സൺ ആണ് അല്ലേ മഞ്ജു രാജവംശത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് 1911 കലാപം നയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ഹീലിയം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജൻ എത്ര ശതമാനമാണ്? 20.95%. അതുപോലെ നൈട്രജൻ നമുക്ക് ഏതൊക്കെയാണ് ഫസ്റ്റ് നോക്കാം. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, അന്തരീക്ഷത്തിൽ കൂടുതൽ കാണുന്നത് നൈട്രജൻ ആണ്. എത്ര ശതമാനമാണ്? 78.08%. സെക്കൻഡായിട്ടാണ് ഓക്സിജൻ വരുന്നത്. അതുപോലെ തേർഡ് വരുന്നത് ആർഗൺ ആണ്. ഇതെല്ലാം നമുക്ക് SCERT ചാപ്റ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ, അതുപോലെ +1 ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷനിൽ വായിക്കാൻ വേണ്ടിയിട്ടും സ്റ്റഡി നോട്ടുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഏതാണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ. ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് വായിക്കണം. ഒന്നാമത്തത്, പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, അതുപോലെ കാവേരി, മഹാനദി എന്നിവ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. 3, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയായ നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ പ്രസ്താവന, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, ഓപ്ഷൻ നോക്കാം. 1, 2, 4, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ നമുക്ക്. ഓക്കെ, പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അതുപോലെ മഹാനദി എന്ന് പറഞ്ഞിട്ടുള്ളത് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെട്ടിട്ടുള്ള നദികളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രസ്താവന നമുക്ക് എന്താണ്? ശരിയാണെന്ന് പറയാം. അതുപോലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രസ്താവനയും ശരിയാണ്. അടുത്തത്, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയായ നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ് ഉപദ്വീപീയ നദികളിൽ? താവയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കിവിടെ മിസ്റ്റേക്ക് ഉള്ളത്. അടുത്തതോ, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? 1, 2, 4 ശരിയായിട്ടുള്ളത്. മൂന്നാമത്തത് എന്തുകൊണ്ടാണ്? ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? താവയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം, ഡെക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏതാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം? എല്ലാവർക്കും അറിയാം, ഉത്തര മഹാസമതലമാണ്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് എവിടെയാണ്? ചവറ, നിലമ്പൂർ, ചേർത്തല, കുണ്ടറ. എവിടെയാണ്? കുണ്ടറയാണ് അല്ലേ. കുണ്ടറ, കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപം കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 3 പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? 1948 ഓഗസ്റ്റ് 4 രൂപീകൃതമായി. രണ്ടാമത്തത് PC മഹലനോബിസ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നു. മൂന്നാമത്തത് VK RV റാവു
TR ഗാഡ്ഗിൽ എന്നിവരാണ് ഇതിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? 1948 ഓഗസ്റ്റ് 4-നാണോ ഇത് രൂപീകൃതമായിട്ടുള്ളത്? 1949 ഓഗസ്റ്റ് 4-നാണ്. 48 അല്ല, 49-നാണ് രൂപീകൃതമായിട്ടുള്ളത്. PC മഹലനോബിസ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ VKRV റാവു, അതുപോലെ DR ഗാഡ്ഗിൽ എന്നിവരാണ് ഇതിൻ്റെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അടുത്തത്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഏതാണ്? 1, 2, 3, 4. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB ഏതാണ്? 3ാമത്തെ പഞ്ചവത്സര കാലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത്, എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുന്നു. 1950 മാർച്ച് 15, 1950 ഏപ്രിൽ 15. C പറയുന്നു 1951 മാർച്ച് 15, D 1951 ഏപ്രിൽ 15. എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്? 1950 മാർച്ച് 15-നാണ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനം? നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നീതി ആയോഗ് ഇവയൊന്നുമല്ല. പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് അല്ലേ? അടുത്ത ചോദ്യം, 2016 നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ ഊർജിത് പട്ടേൽ, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ, ഡോക്ടർ D സുബ്ബറാവു. ആരാണ് 2016 നോട്ട് നിരോധന നിയമം സമയത്തെ RBI ഗവർണർ? ആരാണ്? ഊർജിത് പട്ടേൽ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജനുവരി 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 2ാമത്തെ പ്രസ്താവന പറയുന്നത് ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ AV അലക്സാണ്ടർ ആണ് എന്ന് പറയുന്നു. 3, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ മൗണ്ട് ബാറ്റൻ ആയിരുന്നു വൈസ്രോയി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ജനുവരി 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ? അല്ല അല്ലേ? കാരണം എന്താണ്? നവംബർ 26-നാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ AV അലക്സാണ്ടർ ആണോ? അതുമല്ല. അപ്പം അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ ആരായിരുന്നു? പെത്തിക് ലോറൻസ് ആണ്. അതുപോലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് വൈസ്രോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗണ്ട് ബാറ്റൻ അല്ല, ആരാണ്? വേവൽ പ്രഭു ആണ് ആ സമയത്ത് വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത്. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? സോ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ലാസ്റ്റത്തെ D ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ്? 1950 ജനുവരി 26, 1949 നവംബർ 26, 1956 നവംബർ 26, അതുപോലെ തന്നെ 1956 നവംബർ 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതായിരുന്നു? 1949 നവംബർ 26 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ OCI കാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? OCI കാർഡ് എന്ന് പറഞ്ഞാൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, OCI കാർഡ് ഇരട്ട പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു. രണ്ടെന്താണ്? OCI കാർഡുകൾക്ക് 20 വർഷ കാലാവധിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്നത്. മൂന്നാമത്, OCI കാർഡ് ഉടമകൾക്ക് വോട്ടവകാശം ഉണ്ട് എന്ന് പറയുന്നു. 4, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ല. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. 1, 2, 3, ഓപ്ഷൻ B 3, 4, ഓപ്ഷൻ C 3 മാത്രം, ഓപ്ഷൻ D 4 മാത്രം. ഏതാണ്? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് വിലയിരുത്താം. OCI കാർഡ് ഇരട്ട പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു. ഇരട്ട പൗരത്വമാണോ? അല്ല അല്ലെ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് ഏക പൗരത്വമാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇരട്ട പൗരത്വം നമുക്ക് അനുവദനീയമല്ല. അതുപോലെ തന്നെ OCI കാർഡുകൾക്ക് 20 വർഷ കാലാവധിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്നത്. എത്ര വർഷ കാലാവധിയാണ്?
ആജീവനാന്ത കാലാവധിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് OCI കാർഡ് ഉടമകൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ OCI കാർഡ് ഉടമകൾക്ക് വോട്ടവകാശം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വോട്ടവകാശം ലഭിക്കുമോ? ഇല്ല അല്ലേ. സോ അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആണോ? അതെ അല്ലേ. സോ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് എന്നീ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ OCI കാർഡുള്ളവർക്ക് മത്സരിക്കാനാവില്ല എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായത് തിരഞ്ഞെടുക്കുക. 1ാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. 2ാമത്തത്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 15. 3ാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പു നൽകുകയും ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകനായി ജുഡീഷ്യറിയെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇത് ശരിയായത് കണ്ടുപിടിക്കാനാണ്. 1, 2, 2, 3, ഓപ്ഷൻ സി 1, 3 ആൻഡ് ഡി 3 മാത്രം. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച എന്നുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലേ. ഓക്കെ. 2ാമത്തെ എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 15 ആണോ? അല്ല. ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? ആർട്ടിക്കിൾ 14 ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്നത്. 3ാമത്തതോ, ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പു നൽകുകയും ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകനായി ജുഡീഷ്യറിയെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ആൻസർ ഏതായിരിക്കും? 1ഉം 3ഉം ആണ് റൈറ്റ് ആയിട്ടുള്ളത്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 14 ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, 1976 എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? ഏത് ഭേദഗതിയിലൂടെയാണ്? 42 ഭേദഗതി, 44 ഭേദഗതി, 52 ഭേദഗതി, 73ാം ഭേദഗതി. ഏതിലാണ്? 1976 ഏത് ഭേദഗതിയായിരുന്നു? 42ാം ഭേദഗതിയാണ് അല്ലേ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രൻ, അനിൽ കാന്ത്, NES രാഘവാചാരി ആൻഡ് ലാസ്റ്റത്തത് PK കേശവൻ. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവാചാരിയാണ് അല്ലേ. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ? 1993 ഡിസംബർ 3, 1992 ഡിസംബർ 4, 1991 ഡിസംബർ 5, 1992 ഡിസംബർ 6. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഡിസംബർ 3 അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന വായിക്കുമ്പം ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ അതല്ലെങ്കിൽ വിശകലനം ചെയ്യാനാണോ കൃത്യമായിട്ട് വായിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം ആൻസർ ചെയ്യുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1998 ഡിസംബർ 11 രൂപീകൃതമായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. എന്നാണ് രൂപീകൃതമായിട്ട് പറഞ്ഞിട്ടുള്ളത്? 1998 ഡിസംബർ 11. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തിരുവനന്തപുരമാണ് ആസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 1 പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. 4 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് MM പരീത് പിള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാണ്? 1998 ഡിസംബർ 11 രൂപീകൃതമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെന്താണ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സോ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 1 പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് പറയുന്നത്. അത് ശരിയാണോ? അല്ല അല്ലേ. എന്തുകൊണ്ടാണ്? ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 21 ക്ലോസ് 1 പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. 21 ക്ലോസ് 1 പ്രകാരം. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആയിട്ടുള്ളതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉമാണ് അല്ലേ. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1ാമത്തത്,
ആദ്യമായി സംസ്ഥാന ജലനയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1992 കേരള സംസ്ഥാന ജലനയം രൂപീകരിച്ചിരിക്കുന്നത്. 3 കേരളം സംസ്ഥാന പരിസ്ഥിതി നയം രൂപീകരിച്ചത് 2009 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. സംസ്ഥാന ജലനയം രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേതോ 1992 കേരളം സംസ്ഥാന ജലനയം രൂപീകരിച്ചിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. കേരള സംസ്ഥാന പരിസ്ഥിതി നയം രൂപീകരിച്ചത് എന്നാണ്? 2009 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സുകൾ എല്ലാം ശരിയാണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന നിലവിൽ വന്ന വർഷം? 1999 ഏപ്രിൽ 1, 2010 ജൂലൈ 23, 2000 ഡിസംബർ 25 ആൻഡ് 2005 ഡിസംബർ 16 എന്നാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന നിലവിൽ വന്ന വർഷം. ഏതാണ്? 2000 ഡിസംബർ 25 അല്ലേ? ഓക്കെ. സോ അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? 1831 കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ. മൂന്നാമത്തത് 1839 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ എന്ന ശാസ്ത്രജ്ഞനാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. 1, 2, 3 ശരി. ഓപ്ഷൻ ബി 1, 2, 3 തെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി 1, 2 ശരി, 3 തെറ്റ്. ലാസ്റ്റ് 1 ശരി, 2, 3 തെറ്റ്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാലോ. 1831 കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? റൈറ്റ് ആണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റോ, 1838 സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണോ? അല്ല അല്ലേ? MJ ഷ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അടുത്തതോ, 1839 ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ ആണോ? അല്ല അല്ലേ? തിയോഡർ ഷാൻ ആണ്. സോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് കൃത്യമായി വായിക്കുക. സോ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? 1 ശരി, 2, 3 തെറ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അടുത്തത്, കെരാറ്റോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ത്വക്ക്, ചെവി, ശ്വാസകോശം, കണ്ണ്. കെരാറ്റോപ്ലാസ്റ്റി ഏതാണ്? കണ്ണാണ് അല്ലേ? റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? 1 ഒളിഗോഡെൻഡ്രോസൈറ്റുകളാൽ, 2 ആസ്ട്രോസൈറ്റുകളാൽ ആൻഡ് ഓപ്ഷൻ സി പറയുന്നത് ഇവയൊന്നുമല്ല എന്ന് പറയുന്നു ആൻഡ് ഡി ശ്വാൻ കോശങ്ങളാൽ. ഏതാണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. ഓക്കെ. നമുക്കപ്പോൾ അടുത്ത ചോദ്യം, മാംസ്യവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, മാംസ്യ ഉൽപാദനം നടത്തുന്ന കോശത്തിലെ ഭാഗമാണ് റൈബോസോം. 2 മാംസ്യത്തിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. 3 മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തത്, കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് ഒവാൽബുമിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 1, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മാംസ്യവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാംസ്യ ഉൽപാദനം നടത്തുന്ന കോശത്തിലെ ഭാഗം റൈബോസോം ആണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മാംസ്യത്തിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. റൈറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു പ്രസ്താവനയും ശരിയാണ്. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പെപ്സിൻ ആണോ? അല്ല അല്ലേ? ട്രിപ്സിൻ ആണ് മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന എൻസൈം. 4ാമത്തെ പ്രസ്താവന. അപ്പോൾ 3ാമത്തെ പ്രസ്താവന എന്താണ്? റോങ് ആണ്. 4ാമത്തത്, കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് ഒവാൽബുമിൻ. റൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത്, ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? കരൾ, ശ്വാസകോശം, ഹൃദയം, ത്വക്ക്. ഏതാണ്? കരളാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരാവയവം.
അടുത്ത ചോദ്യം, കിടപ്പിലായ രോഗികളെ വീട്ടിൽ പരിചരിക്കുന്നതിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെ നിയോഗിക്കുന്ന സർക്കാർ പദ്ധതി ഏതാണ്? സാന്ത്വനം, സ്നേഹസ്പർശം, ആശ്വാസകിരണം, അഭയകിരണം. ഏതാണ്? സാന്ത്വനമാണ് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെ നിയോഗിക്കുന്ന സർക്കാർ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആറ്റങ്ങൾ ചാർജ് ഉള്ളതായി കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ് ആറ്റങ്ങൾ ചാർജ് ഉള്ളതായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചലിക്കുന്ന വസ്തുവിന് അതിൻ്റെ ചലനം തുടരാനുള്ള പ്രവണതയെ എന്ത് വിളിക്കും? ഘർഷണം, കമ്പനം, ഭ്രമണം, ജഡത്വം. ഏതാണ്? ചലിക്കുന്ന വസ്തുവിന് അതിൻ്റെ ചലനം തുടരാനുള്ള പ്രവണതയെ വിളിക്കുന്ന പേരെന്താണ്? ജഡത്വമാണ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. യന്ത്രങ്ങളുടെ പവറിൻ്റെ യൂണിറ്റ് ആണ് ഇത് കുതിരശക്തി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, തരംഗ ദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3, ബെക്വറൽ, ക്യൂറി, റൂദർഫോർഡ് എന്നിവ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ താഴെ പ്രസ്താവനകൾ പരിശോധിക്കാനാണ്, ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി, 2, 3 തെറ്റ്. ഓപ്ഷൻ ബി 1, 2 ശരി, 3 തെറ്റ്. ആൻഡ് ഓപ്ഷൻ സി പറയുന്നു 1, 3 ശരി, 2 തെറ്റ്. അടുത്തത് 1, 2, 3 ശരിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? യന്ത്രങ്ങളുടെ പവറിൻ്റെ യൂണിറ്റ് കുതിരശക്തിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. തരംഗ ദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്റർ ആണോ? അല്ല അല്ലേ? ആങ്സ്ട്രം ആണ് തരംഗ ദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? തെറ്റാണ്. മൂന്നാമത്തേത് ബെക്വറൽ, ക്യൂറി, റൂദർഫോർഡ് എന്നിവ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ആണല്ലേ? അപ്പം 1ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. 2 എന്താണ്? തെറ്റാണ് അല്ലേ? സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്നാണ്. വില്യം ഓസ്റ്റ്വാൾഡ്, ജോൺ ഡാൾട്ടൺ, സർ ഹംഫ്രി ഡേവി ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഏണസ്റ്റ് റൂദർഫോർഡ്. ആരാണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായവ ഏവ? കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സമയം പോകും. സോ നിങ്ങൾക്ക് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റഡി പ്ലാനുകളും നോട്ട്സുകളും ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ചോദ്യത്തിൽ, ഒരു മോൾ എന്നത് എണ്ണമായി പ്രസ്താവിക്കുകയാണെങ്കിൽ അത് ആറ്റത്തിലും തന്മാത്രയിലും വ്യത്യസ്ത എണ്ണം അവഗാഡ്രോ എണ്ണമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക മാസ് മോളിക്കുലാർ മാസ് എന്നറിയപ്പെടുന്നു. 3, ഉത്കൃഷ്ട മൂലകങ്ങൾ ദ്വയാറ്റോമിക് തന്മാത്രകൾക്ക് ഉദാഹരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2 ആൻഡ് ഓപ്ഷൻ ഡി 1, 3. ഇതിൽ തെറ്റായവയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഒരു മോൾ എന്നത് എണ്ണമായി പ്രസ്താവിക്കുകയാണെങ്കിൽ അത് ആറ്റത്തിലും തന്മാത്രയിലും വ്യത്യസ്ത എണ്ണം അവഗാഡ്രോ എണ്ണം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രസ്താവന ശരിയാണോ? അല്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു മോൾ എന്നത് എണ്ണമായി പ്രസ്താവിക്കുകയാണെങ്കിൽ അത് ആറ്റമായാലും തന്മാത്രയായാലും തുല്യ എണ്ണം അവഗാഡ്രോ എണ്ണമാണ് വരുന്നത്. വ്യത്യസ്ത എണ്ണമല്ല, തുല്യ എണ്ണമാണ് അവഗാഡ്രോ എണ്ണമായിട്ട് വരുന്നത്. അതാണ് ആ ഒരു പ്രസ്താവനയുടെ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക് മാസ് മോളിക്കുലാർ മാസ് എന്നറിയപ്പെടുന്നത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തതോ, ഉത്കൃഷ്ട മൂലകങ്ങൾ ദ്വയാറ്റോമിക് തന്മാത്രകൾക്ക് ഉദാഹരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്കൃഷ്ട മൂലകങ്ങൾ ഏത് ആറ്റോമിക് തന്മാത്രകൾക്ക് ഉദാഹരണമാണ്? ദ്വയാറ്റോമിക് അല്ല, ഏകാറ്റോമിക് തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? ലെഡ്, പൊട്ടാസ്യം, ചെമ്പ്, സിലിക്കൺ. ഏതാണ്? വിൽസൺസ് രോഗം ചെമ്പാണ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ്? കൂത്ത്, തെയ്യം, ഓട്ടംതുള്ളൽ, കൂടിയാട്ടം. പാവങ്ങളുടെ കഥകളി ഏതാണ്?
ഓട്ടം തുള്ളലാണ് അല്ലേ. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ എക്സാമിന് ഡിഗ്രി പ്രിലിംസിന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഓട്ടം തുള്ളൽ. അതുപോലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടിയാട്ടവും മുടിയേറ്റുമാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കണം. അടുത്ത ചോദ്യം, ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് CP റിസ്വാൻ. 2, റാഞ്ചിയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് MS ധോണി. മൂന്നാമത്തത്, പ്ലേയിങ് ഇറ്റ് മൈ വേ സാനിയ മിർസയുടെ ആത്മകഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ വസ്തുതകൾ കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ നോക്കാം, 1ഉം 2ഉം. ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3 ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3. ഏതാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി CP റിസ്വാൻ ആണ്. അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2, റാഞ്ചിയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണിയാണ് അല്ലേ. പ്ലേയിങ് ഇറ്റ് മൈ വേ സാനിയ മിർസയുടെ ആത്മകഥയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരുടെയാണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെയാണ്. അപ്പം 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ A ആയിരിക്കും. ഓക്കെ അല്ലേ. അടുത്തത്, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, AR രാജരാജവർമ്മ, വള്ളത്തോൾ നാരായണ മേനോൻ. ആരാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അടുത്ത ചോദ്യം, 1958 സ്ഥാപിതമായ കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, EMS നമ്പൂതിരിപ്പാട്. ആരാണ്? 1958 സ്ഥാപിതമായ കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം. 2, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എന്ന് പറയുന്നത് മലനട. 3, കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം പവിത്രേശ്വരം. ആൻഡ് ഡി എന്താണ്? കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം ഏറ്റുമാനൂർ. ശരിയല്ലാത്ത ജോഡിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ A, കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലമാണ് അല്ലേ. രണ്ടാമത്തെയോ, കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെയാണ്? കാൽനടയാണ്. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം പവിത്രേശ്വരമാണ്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം ഏറ്റുമാനൂർ ആണോ? അല്ല അല്ലേ. ഏക സീതാദേവി ക്ഷേത്രം എവിടെയാണ്? പുൽപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് പുൽപ്പള്ളിയിലാണ്. സോ ഇതിൽ ശരിയല്ലാത്ത ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. റൈറ്റ് അല്ലേ. ഓക്കെ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാം? ഹെഡ്ഫോൺ, സ്പീക്കർ, പ്രിന്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സൗണ്ട് കാർഡ്. ഏതാണ്? 1, 2, 3, 4, 5. ഓപ്ഷൻ ബി 2, 3, 4, 5, 6. ഓപ്ഷൻ സി 2, 3, 4, 5. ഓപ്ഷൻ ഡി ഇവയെല്ലാം ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഹെഡ്ഫോണ്, സ്പീക്കർ, പ്രിന്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സൗണ്ട് കാർഡ്. ഇവയെല്ലാം ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് അല്ലേ. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ. ചുവടെ ചില പ്രോട്ടോക്കോളുകളും അവയുടെ പൂർണ്ണ രൂപവും കൊടുത്തിട്ടുണ്ട്. ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. SMTP എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നു. 2, WAP വയേർഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ. 3, POP3 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നു. 4, TCP ഓർ IP ട്രാൻസ്മിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, TCP ഓർ IP. ഏതാണ്? ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ A 1, 2. ഓപ്ഷൻ ബി 1, 3, 4. ഓപ്ഷൻ സി 1, 3 ആൻഡ് ഓപ്ഷൻ ഡി 2, 4. ഏതാണ്? SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, WAP വയേർഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ. വയേർഡ് ആപ്ലിക്കേഷൻ ആണോ? അല്ല അല്ലേ. വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ് WAP എന്ന് പറയുന്നത്. സോ രണ്ടാമത്തത് തെറ്റാണ്. POP3 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ റൈറ്റ് ആയിട്ടുള്ളതാണ്. TCP ഓർ IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെയാണ്. സോ ആൻസർ ഏതായിരിക്കും? 1, 3, 4 ആയിരിക്കും അല്ലേ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്നാണ്. പ്രോലോഗ്, കൊബോൾ, C++, ഫോർട്രാൻ. ഏതാണ്? വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്? കൊബോൾ ആണ് അല്ലേ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. 2, പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും അടങ്ങിയിരിക്കുന്നു. 3, കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4, 1 കോടി മുതൽ 10 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം.
ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാണ്? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു, റൈറ്റ് ആയിട്ടുള്ളതാണ്. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും അടങ്ങിയിരിക്കുന്നു, സോ അതും ശരിയാണ്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 1 കോടി മുതൽ 10 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു, റൈറ്റ് ആണോ? 2 കോടി മുതൽ 2 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. സോ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് പോക്സോ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ ഏതൊക്കെ? പോക്സോ ഭേദഗതി രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്, റൈറ്റ് ആണോ? നോക്കാം. രണ്ടാമത്തത് പോക്സോ ഭേദഗതി രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24-നാണ്. 3 ലോക്സഭയിൽ പോക്സോ ഭേദഗതി അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാർ ആണ് എന്ന് പറയുന്നു. 4 2019 ഓഗസ്റ്റ് 1-നാണ് ലോക്സഭ പോക്സോ ഭേദഗതി പാസാക്കിയത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 1, 2, 3 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാണ്? സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് വായിക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. പോക്സോ ഭേദഗതി രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2019 ജൂലൈ 24-നാണ് രാജ്യസഭ പാസ്സാക്കിയതെന്ന് പറയുന്നു. ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? വീരേന്ദ്രകുമാർ ആണ്. അപ്പോൾ സോ അതെല്ലാം റൈറ്റ് ആണ്. 2019 ഓഗസ്റ്റ് 1-നാണ് ലോക്സഭ പോക്സോ ഭേദഗതി പാസ്സാക്കിയത്. സോ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും അവയുടെ വർഷങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ഏത് വർഷമാണ്? 2012 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006. 3 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി ഇവയെല്ലാം. കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും അവയുടെ വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം വായിച്ചു നോക്കുക. ഏതായിരിക്കും ആൻസർ വരുന്നത്? എല്ലാം ശരിയാണ് അല്ലേ? സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണ്? 1 മുഖ്യമന്ത്രി, 2 ആഭ്യന്തരമന്ത്രി, 3 നിയമസഭാ സ്പീക്കർ, 4 നിയമനിർമ്മാണ സമിതിയുടെ പ്രതിപക്ഷ നേതാവ്, 5 നിയമസഭാ പ്രതിപക്ഷ നേതാവ് ആൻഡ് 6 നിയമനിർമ്മാണ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കർ ഉണ്ട് അല്ലേ? 4ാമത്തെ എന്താണ്? നിയമനിർമ്മാണ സമിതിയുടെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിന് നിയമനിർമ്മാണ സമിതി ഉണ്ടോ? ഇല്ല അല്ലേ? സോ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നിയമസഭാ പ്രതിപക്ഷ നേതാവ്, നിയമനിർമ്മാണ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലേ? 1, 2, 3, 5 ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 338 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 338A ആണ്. ഇവ രണ്ടും ശരിയാണ്, ഇവ രണ്ടും തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി 1 ശരി, 2 തെറ്റ്. ഓപ്ഷൻ ബി 1 തെറ്റ്, 2 ശരി. ഏതാണ്? പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338 ആണോ? 338A ആണ് പട്ടികവർഗ കമ്മീഷൻ. പട്ടികജാതിയൊപ്പം 338 ആണ് അല്ലേ? അപ്പോൾ സോ ഇതിലെ ആൻസർ വരുന്നത് ഇവ രണ്ടും തെറ്റാണ് എന്നാണ് അല്ലേ? പ്രസ്താവനകൾ പരിശോധിക്കാനാണ്. 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് അല്ലേ? അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വന്നത് എവിടെയാണ്? ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂൾ വിതുര, 2 ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂൾ എഴുമറ്റൂർ അല്ലേ? ഓക്കെ. 3ാമത്തത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂൾ ബത്തേരി ആൻഡ് ഡി ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂൾ കളമശ്ശേരി. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വന്നത് എവിടെയാണ്? ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂൾ വിതുര. ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ഗുജറാത്ത്, ബി കേരളം, സി മഹാരാഷ്ട്ര, ഡി തമിഴ്നാട്. ആരാണ് ഇന്ത്യയിൽ എവിടെ നിലവിൽ വരുന്ന സംസ്ഥാനം? ഏതാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ?
എവിടെയാണ്? കേരളമാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നതും കേരളത്തിലാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ പദ്ധതി ഏതാണ്? സാന്ത്വന, അഭയം, ആശ്വാസ്, കൂടെ. ഏതാണ്? സാന്ത്വനയാണ് അല്ലേ? അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ക്രൂയിസറിൻ്റെ, അതായത് സോളാർ ക്രൂയിസിൻ്റെ പേര്? വരുണ, ഇന്ദ്ര, ബ്രഹ്മ, ശക്തി. ഏതാണ്? ആദ്യത്തെ സൗരോർജ ക്രൂയിസറിൻ്റെ പേരാണ് ഇന്ദ്രയാണ്. കൊച്ചി കായലിലാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ അല്ലേ? അഴിമതി വിരുദ്ധ നിയമം 2023 ഭേദഗതി ചെയ്ത രാജ്യം? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക. ഏത് രാജ്യമാണ് അഴിമതി വിരുദ്ധ നിയമം 2023 ഭേദഗതി ചെയ്തത്? പാകിസ്ഥാനാണ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, PT ചാക്കോ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രം ഏത്? ടച്ചിങ് ദി സോൾ, പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ, തുറന്നിട്ട വാതിൽ, ചങ്ങലയൊരുങ്ങുന്നു. ഏതാണ്? PT ചാക്കോ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രം ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും. തുറന്നിട്ട വാതിലാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിപ്പാട്, തളിപ്പറമ്പ്, രാജമല, പൊന്മുടി. എവിടെയാണ്? രാജമലയിലാണ് അല്ലേ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജ്ജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ഊർജ്ജ നയം രൂപവൽക്കരിക്കുന്നതിനായി 18 അംഗ സമിതി രൂപവൽക്കരിച്ച സംസ്ഥാനം ഏത്? ഊർജ്ജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ഊർജ്ജ നയം രൂപവൽക്കരിക്കുന്നതിനായി 18 അംഗ സമിതി രൂപവൽക്കരിച്ച സംസ്ഥാനം? മേഘാലയ, കേരളം, തമിഴ്നാട്, രാജസ്ഥാൻ. ഏതാണ്? കേരളമാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് എവിടെയാണ്? ചേർത്തല, ചേപ്പാട്ട്, ആറ്റിങ്ങൽ, മാടക്കര. എവിടെയാണ്? ചേപ്പാട്ടാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത്. ചേപ്പാട്ട് എവിടെയാണ്? ഹരിപ്പാടാണ് വരുന്നത്. ഓക്കെ, ആലപ്പുഴയിൽ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാണ്? ഭൂട്ടാൻ, ജപ്പാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. 2024 ജനുവരിയിൽ ഏതാണ് റൈറ്റ് ആൻസർ? ജപ്പാനിലാണ് 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം. അടുത്ത ചോദ്യം, കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം കറണ്ട് അഫെയർ ആണ്. ഏതാണ്? ഗുജറാത്ത് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത്? തുമ്പ, കുലശേഖരപട്ടണം, രാമേശ്വരം, ഭുവനേശ്വർ. എവിടെയാണ്? കുലശേഖരപട്ടണത്തിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? തമിഴ്നാട്ടിൽ. അടുത്ത ചോദ്യം, കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി? കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, പാലക്കാട്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി എവിടെയാണ്? കോഴിക്കോടാണ് വേദി വരുന്നത്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം ഏത്? ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ആസാം. ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ആസാമിലാണ് 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം. ഏതാണ്? ആസാമാണ്. ഗൂഗിളിൻ്റെ ജിമെയിലിന് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം ഏത്? ഇമെയിൽ, എംമെയിൽ, എക്സ്മെയിൽ, വിമെയിൽ. ഏതാണ്? ഗൂഗിളിൻ്റെ ജിമെയിലിന് ബദലായിട്ട് ഏതാണ്? എക്സ്മെയിൽ ആണ് അല്ലേ? അടുത്ത ചോദ്യം, 2024 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? ദിഗ്ബോയ്, താരാപൂർ, ജാരിയ, മുംബൈ ഹൈ. 2024 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത്, സീറോ വിവേചന ദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 1, മാർച്ച് 2, മാർച്ച് 3, മാർച്ച് 4. സീറോ വിവേചന ദിനമായി ആചരിക്കുന്നത് ഏത് മാസം ഏത് ദിവസമാണ്? മാർച്ച് 1 അല്ലേ? അടുത്ത ചോദ്യം, നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടൽ ഏത്? നീതി ഫോർ സ്റ്റേറ്റ്സ്, നീതിയുടെ ഉറപ്പ്, നീതി മെഡിക്കൽ സ്കീം, നീതി ധാര.
നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടലിൻ്റെ പേരെന്താണ്? നീതി ഫോർ സ്റ്റേറ്റ്സ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 2024 മാർച്ചിലെ കണക്ക് പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? കേരളം, നാഗാലാൻഡ്, ഹരിയാന, ഗുജറാത്ത്. ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കറണ്ട് അഫെയർ ആണ്. ഏതാണ്? ഹരിയാന സ്റ്റേറ്റ് ആണ് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സ്റ്റേറ്റ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം? UAE, ഇന്ത്യ, ഖത്തർ, സൗദി അറേബ്യ. എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയിലാണ്, ജിദ്ദയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ മാത്സിലേക്ക് കിടക്കുകയാണ്. മാത്സ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സ്പ്ലനേഷൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നതേ ഉള്ളൂ, കാരണം ഒരുപാട് സമയമാവും. ഓക്കെ, അടുത്തത് ചോദ്യത്തിലേക്ക് പോവാം. -7ന്റെ ഗുണന വിപരീതം ഏതാണ്? 7 1/7 -7 -1/7 ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 1 ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയുടെ ഗുണന വിപരീതം എന്ന് പറയുന്നതാണ് -7ന്റെ ഗുണന വിപരീതം. ഞാനിങ്ങനെ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. ആൻസർ നമുക്ക് വരുന്നത് -1/7 ആണ് കേട്ടോ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2/3 × 4/5 × 3/6 എത്രയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, മൾട്ടിപ്ലൈ ചെയ്യാനാണ്. സോ നമുക്ക് നേരെ ചെയ്തു പോവാം. 2/3 × 4/5 × 3/6. അപ്പം 2 × 4 × 3 എത്രയാണ് വരിക? 24 വരും. 3 × 5 × 6 90 വരും. അപ്പോൾ സോ ആൻസർ ഏതാണ്? 24/90 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം 3250 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 2.5% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. 3168.75, 3175.25, 3155.50, 3183.25. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നഷ്ടം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം അല്ലേ? അതിന് 3250 × അതിൻ്റെ 2.5% കാണുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? നഷ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ വിറ്റ വില കണ്ടുപിടിക്കാനാണ്. അപ്പം വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില നഷ്ടം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ ഇവിടെ ഏതാണ് വരിക? 3168.75 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4, അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? ഇത് കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾ ഈസി ആയിട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഓപ്ഷൻ നോക്കാം. 72, 96, 36, 24 ആണ്. ഓക്കെ, ആൻസർ ഏതാണ്? 72 ആണ് ശരിയായ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു കാറിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 54 km/മണിക്കൂർ ആയാൽ ആ കാറ് 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര കിലോമീറ്റർ ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. 117, 113.4, 126, 108. ഒരു കാറിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 54 km/മണിക്കൂർ ആയാൽ ആ കാറ് 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരിക? 117 ആണ് ആൻസർ വരിക. സോ എല്ലാവരും ചെയ്തു നോക്കുക. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ഡിജിറ്റൽ ലേണിംഗ് ആപ്ലിക്കേഷനിൽ ചോദ്യവണ്ടി ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, 117 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നിഘണ്ടുവിൽ കാണുന്ന ക്രമത്തിൽ ഉള്ളത് ഏത്? ഐസ്, ടീത്ത്, ടങ്, മൗത്ത്. ഐസ്, ടങ്, മൗത്ത്, ടീത്ത്. ഓപ്ഷൻ സി ഐസ്, മൗത്ത്, ടീത്ത്, ടങ്. ഐസ്, ടങ്, മൗത്ത്, ടീത്ത്. ഏതാണ്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ആൻസർ വരുന്നത് ഐസ്, മൗത്ത്, ടീത്ത്, ടങ്. ഇതിൽ സ്പെല്ലിങ്ങുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് നോക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏത്? 1.6, 0.16, 0.016, 0.000016. കൊടുത്തിട്ടുള്ളവയിൽ പൂർണ്ണ വർഗം ഏതെന്നാണ് നോക്കാം. ഇതിൽ വർഗമായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് വരിക. എന്തുകൊണ്ടാണ്?
0.4 വർഗമാണ് 0.16 അല്ലേ. ഓക്കെ, ഒരു ദശാംശ സംഖ്യ പൂർണ്ണവർഗമാക്കണമെങ്കിൽ ആ സംഖ്യയിൽ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം, എന്നാലാണ് പറ്റുള്ളൂ. സോ നമുക്ക് ആൻസർ വരുന്നത് 0.16 വരുന്നത്. അറ്റ്മോസ്ഫിയർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പദങ്ങൾ ഏതെല്ലാം? ആറ്റം, സ്ഫിയർ, ഫോൺ, മാക്സ്. ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ. നിങ്ങൾ സ്പെല്ലിങ്ങുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നോക്കുക. ഓപ്ഷൻ ഞാൻ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവുകയാണ്. ഓപ്ഷൻ ബി ആണ് 1, 2, 4 ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം, 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, 2017, 2022, 2039, 2028. 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷമാണ്. എങ്ങനെ കണ്ടുപിടിക്കുക? വർഷത്തിന് നമ്മൾ 4 കൊണ്ട് ഹരിക്കും അല്ലേ. കിട്ടുന്നത് ശിഷ്ടം 1 ആണെങ്കിൽ ഏത് വർഷം? വർഷം പ്ലസ് 6 വെച്ച് നമുക്ക് നോക്കാം. വർഷത്തോട് 6 വർഷം കൂട്ടുന്ന കലണ്ടർ ആയിരിക്കും. സോ നമുക്ക് 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് 2022 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവുകയാണ്. 2022. അടുത്തത് എ ബിയുടെ സഹോദരനാണ്. എ ബിയുടെ സഹോദരനാണ്. ബി സിയുടെ സഹോദരിയാണ്. സി ഡിയുടെ മാതാവാണ്. എങ്കിൽ ഡി എയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ, സഹോദരി, മരുമകൻ നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻസർ ഏതാണ്? നിർണ്ണയിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഡി പുരുഷനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മരുമകൻ എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. പക്ഷെ ഡി സ്ത്രീ ആണെങ്കിൽ ഉത്തരം ആരായിരിക്കും? മരുമകളായിരിക്കും. പക്ഷെ ഡിയുടെ ലിംഗം അറിയാത്തത് കൊണ്ട് തന്നെ ഡിയും എയും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കാൻ നമുക്ക് കഴിയില്ല. സോ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷിലേക്കാണ്. ദി ഫോളോയിങ് സെന്റൻസ് ഈസ് എ ഡാഷ് സെന്റൻസ് ഓയിങ് ടു ലേസിനെസ് ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. സിമ്പിൾ, കോംപ്ലെക്സ്, കോമ്പൗണ്ട്, കോംപ്ലെക്സ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് കണ്ടുപിടിക്കാനാണ്. ഞാൻ ആൻസർ പറയുകയാണ്. ഓക്കെ, ഓപ്ഷൻ എ സിമ്പിൾ സെന്റൻസ് ആണ് ഇത് വരുന്നത്. എക്സ്പ്ലനേഷൻ നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അടുത്ത ചോദ്യം, ദി ഡാഷ് ഓഫ് ഹിസ് മദർ വാസ് unbearable. Choose the correct word to bring out the correct meaning of the sentence. Loss, lose, lost, lose. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ദി ലോസ് ഓഫ് ഹിസ് മദർ വാസ് അൺബിയറബിൾ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, സമ്മർ ഇസ് ദി സീസൺ ഡാഷ് ഓൾ ക്രീച്ചേഴ്സ് ഓൺ എർത്ത് അപ്പിയർ അറ്റ് ദെയർ വേഴ്സ്റ്റ്. വെയർ, വൈ, വെൻ, വിച്ച്. ഏതാണ് വരിക? വെൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സമ്മർ ഇസ് ദി സീസൺ വെൻ ഓൾ. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? വെൻ ഓൾ ക്രീച്ചർ ഓൺ എർത്ത് അപ്പിയർ അറ്റ് ദെയർ വേഴ്സ്റ്റ്. ഓക്കെ, ദി ടീച്ചർ സെഡ് ടു ദി സ്റ്റുഡൻസ്, when did you get up yesterday? The teacher asked the students when did they get up the previous day. The teacher asked the students when they got up the previous day, and the teacher asked the students when they had got up to the previous day. And option D, the teacher asked the students when they had been got up the previous day. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ. യൂസ് ദി കറക്റ്റ് ജെറൻഡ്, use the right gerund. His dash early in the morning helped him score well. To rise, rise, rising, having risen. ഏതായിരിക്കും gerund വരുന്നത്? rising ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Select the idiom which means unable to reach a decision. Miss the boat. Option A പറയുന്നു. B, once in blue moon, and C, sit on the fence, and D, the last straw. Unable to reach a decision. ഇവിടെ മാച്ച് ആയിട്ടുള്ളത് ഇഡിയം ഏതാണ്? സിറ്റ് ഓൺ ദി ഫെൻസ് ആണ് അല്ലേ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്. വൈസ് വിസ് ഏതാണ്? ബാക്ക് ടു ബാക്ക്, സൈഡ് ബൈ സൈഡ്, ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ, ഫേസ് ടു ഫേസ്. ഏതാണ് വരുന്നത് ആൻസർ? കറക്റ്റ് ആൻസർ വരുന്നത് ഫേസ് ടു ഫേസ് ആണ് അല്ലേ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദി പ്രോവർബ് ആൻഡ് ഐഡിയൽ മൈൻഡ് ഈസ് ദി ഡാഷ് അബൌട്ട് ദി ഗേൾസ്, ഡെവിൾസ് വർക്ക്ഷോപ്പ്, റോഡ് ടു ഫെയിലിയർ, റോഡ് ടു സക്സസ്. ഏതാണ്?
കംപ്ലീറ്റ് ദി പ്രോവർബ്. ആൻ ഐഡിയൽ മൈൻഡ് ഈസ് ദി ഡാഷ്. ഏതാണ്? ഡെവിൾസ് വർക്ക്ഷോപ്പ് ആണ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് എ പേഴ്സൺ ഹൂ ഹെയ്റ്റ്സ് വുമൺ ഈസ് കോൾഡ് എ മിസോജിനിസ്റ്റ്, മിസോഗമിസ്റ്റ്, മിസാന്ത്രോപ്പിസ്റ്റ്, മൈഗ്രൻറ്റ്. ഏതാണ്? എ പേഴ്സൺ ഹൂ ഹെയ്റ്റ്സ് വുമൺ. വുമൺ ഹെയ്റ്റ്സ് ഏതാണ് വരുന്നത്? മിസോജിനിസ്റ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സെലക്ട് ദി വേർഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു സ്റ്റേൺ. ഇൻഡൽജൻറ്റ്, ലിബറൽ, ഇമോഷണൽ, ലീനിയൻറ്റ്. ഏതാണ് വരുന്നത്? ഓപ്പോസിറ്റ്, സ്റ്റേണിൻ്റെ ഓപ്പോസിറ്റ് ലീനിയൻ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് നമ്മൾ മലയാളത്തിലേക്കാണ് കിടക്കുന്നത്. ശരിയായ പദം ഏത്? അണ്ടകടാഹം, 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 അണ്ടകടാഹം. ഓക്കെ, പറയുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പം ചെറിയൊരു മാച്ചിങ് ഉണ്ട്. ഏതാണ് റൈറ്റ് വരുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. വാക്യശുദ്ധി പരിശോധിക്കുക. അദ്ദേഹം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടു. രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. 3 അദ്ദേഹം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. 4ാമത്തത് ഞാൻ വഴിയിൽ വെച്ച് അദ്ദേഹം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കണ്ടു. ഏതായിരിക്കും ശരിയായിട്ടുള്ളത്? റിപ്പീറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ വരുന്നത് അദ്ദേഹം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ABC എന്ന ശൈലിയുടെ പരിഭാഷ ഏതാണ്? ഇംഗ്ലീഷ് പഠിക്കുക, അവസാനമെത്തുക, ആദ്യമെത്തുക, ആരംഭം കുറിക്കുക. ഏതാണ്? ABC എന്ന ശൈലിയുടെ പരിഭാഷ ഏതാണ്? ആരംഭം കുറിക്കുകയാണ്. ഓർത്തു വെക്കുക. പൊറുക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം അസഹ്യം, ദൈക്ഷണികം, അക്ഷന്തവ്യം, സഹ്യം. പൊറുക്കാൻ പറ്റാത്തത് ഏതാണ്? അക്ഷന്തവ്യമാണ് അതിൻ്റെ ഒറ്റപ്പദമായിട്ട് വരുന്നത്. മലിനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? വൃത്തി, നിമീലനം, നിർമ്മലം, നീരവം. മലിനം നിർമ്മലമാണ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കണ്ടെത്തുക. ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ? ഇല്ലാത്തവര് ദുഃഖിക്കില്ല. അടിസ്ഥാനമില്ലെങ്കിൽ പുരോഗതിയില്ല. ആദ്യം ചെയ്യുന്ന ജോലി അത്യാവശ്യമുള്ളതായിരിക്കണം. സ്വാഭാവിക ശീലം വിട്ടുമാറുകയില്ല. ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ? ഏതാണ് ഇതിനോട് മാച്ച് ആയിട്ടുള്ളത്? പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് വരിക? സ്വാഭാവിക ശീലം വിട്ടുമാറുകയില്ല. പണ്ടേ പഠിച്ചത് തന്നെയാണ് അവർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സമാന പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. പാണി, കൈ. വാണി മേഘം, മുടി, അക്ഷരം, വാക്ക്. വാണി എന്ന് പറഞ്ഞാൽ എന്താണ്? പാണി എന്ന് പറഞ്ഞാൽ കൈ, വാണി എന്ന് പറഞ്ഞാൽ വാക്കാണ് അല്ലേ? അടുത്തത് ഉപക്ഷേത്രം പദം വിഗ്രഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ക്ഷേത്രം, ക്ഷേത്രസന്നിധി, ക്ഷേത്രത്തിനടുത്ത്, ക്ഷേത്രത്തിലുള്ള മുറി. ഉപക്ഷേത്രം ഏതാണ്? ക്ഷേത്രത്തിന് അടുത്താണ് റൈറ്റ് ആൻസർ വരുന്നത്. ആയുർവേദം എന്ന പദത്തെ പിരിച്ചെഴുതുക. ആയുസ് പ്ലസ് വേദം, ആയുർ പ്ലസ് വേദം, ആയു പ്ലസ് വേദം. ഇതൊന്നുമല്ല. ഏതാണ്? ആയുർവേദം. ആയുസ് പ്ലസ് വേദമാണ് ആയുർവേദം. ഓക്കെ അല്ലേ? കണിയാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? കണിയാത്തി, കണിയാട്ടി, കണിയെത്തി, കണിയാനി. ഏതാണ്? കണിയാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം കണിയാട്ടിയാണ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ 100 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മളുടെ ചോദ്യ വണ്ടിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മളുടെ ചോദ്യവണ്ടി മോക്ക് ടെസ്റ്റ് സീരീസ് ജൂൺ 18 ആരംഭിച്ചിട്ടുള്ളത്. ജൂലൈ 17 വരെ 30 ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസാണ്. സോ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക. എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക. 890 രൂപയാണ് നമുക്ക് പ്രീമിയം ചാർജ് വരുന്നത്. ഇതിൽ ജെഫ്സി ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.